ശേഷം അച്ഛൻ മുത്തശ്ശൻ മരിച്ചിട്ടില്ല എന്നുള്ള കാര്യം വിളിച്ചു പറയുകയാണ്. അന്നേരം അയാൾക്ക് പിന്നിൽ തിരിഞ്ഞു നോക്കുമ്പോൾ പ്രേതത്തെ കണ്ടെന്ന് പറഞ്ഞ് ഭ്രാന്തനെ പോലെ പെരുമാറിയതിനാൽ പിറ്റേ ദിവസം രാവിലെ മെന്റൽ ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടേഴ്സ് വന്ന് കൂട്ടിക്കൊണ്ടുപോയി. എന്നാൽ ഇതൊന്നും അറിയാതെ ഇവൻ 2 ദിവസത്തിനുള്ളിൽ അവരുടെ സ്വത്തുക്കൾ തൻ്റെ കയ്യിലുമെത്തുന്നുള്ള പ്രതീക്ഷയിലാണ്. എന്നാൽ അപ്പോഴേക്കും അയാൾക്കൊപ്പം നിന്നിരുന്ന ലേഡി 2 ഗാർഡ്സിനെ വിളിച്ചു കൊണ്ടുവന്ന് അവർ പിടികൂടി. അപ്പോഴാണ് അവൻ്റെ അച്ഛൻ മെന്റൽ ഹോസ്പിറ്റലാണെന്നുള്ള കാര്യം കോൾ വരുന്നത്. തൻ്റെ എല്ലാ പദ്ധതിയും പൊളിഞ്ഞ ദേഷ്യത്തിൽ അയാൾ അനിയനെ പിടികൂടി. എന്നാൽ അപ്പോഴേക്കും ഹീറോയിനും അവിടെ എത്തുകയാണ്. ഇത്രയും വർഷം അടുപ്പത്തിലായത് പണത്തിന് വേണ്ടിയാണ് എന്ന് ഹീറോ ഒരിക്കലും കരുതിയില്ല. അപ്പോൾ അയാൾ പറയുന്നത് ഹീറോയുടെ അച്ഛനും അമ്മയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഫലമാണ് അവൻ്റെ ഐഡൻറ്റിറ്റി മറച്ചു വെക്കേണ്ടി വന്നത്. എന്നാൽ ഹീറോ അവനെ പണ്ട് തൊട്ട് അനിയനായിട്ടാണ് കണ്ടത്. പക്ഷേ ഇവൻ എന്നും ഹീറോയെ കണ്ടത് ശത്രുവായിട്ടാണ്. ഇവനും പറഞ്ഞു കേൾക്കാത്തതിനാൽ ഹീറോയിൻ അവനെ അടിച്ചു മാറ്റി അനിയനെ രക്ഷിക്കുന്നു. അപ്പോഴേക്കും അയാൾ കത്തിയെടുത്ത് കുത്താനായി വന്നപ്പോൾ ഹീറോയിനെ രക്ഷിക്കാൻ പോയെങ്കിലും അവൾ ഹീറോയ്ക്ക് രക്ഷിക്കാം. കറക്റ്റ് ടൈമിൽ പോലീസ് എത്തി അയാളെ കിഡ്നാപ്പ് ചെയ്തതിനും പണം തട്ടിപ്പ് നടത്തിയതിൻ്റെ പേരിൽ കേസെടുത്തു. ശേഷം എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ പെട്ടെന്ന് ഹീറോയിന് ഛർദി വരികയാണ്. എന്നാൽ കണ്ടു നിന്നവർ അവർ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞു. ദേഷ്യം വന്നവൾ ഹീറോയുടെ ചെവിക്കായിരിക്കും പിടിക്കുക. എന്നാൽ ഹെവനിൽ ഇക്കാര്യം അറിയുകയും ഭൂമിയിൽ വെച്ച് അവൾ പെൺകുഞ്ഞിനെ ജന്മം നൽകിയെന്ന് കേൾക്കുമ്പോൾ ദേവന്മാർ ആകെ ഷോക്കാവുകയാണ്. ഇതോടെ ഡ്രാമ അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്